എങ്ങോട്ടാ? നിന്നോട് 6 മണിക്ക് വർക്കൗട്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? എന്താ എണീക്കാൻ? നീ 6 മണിയായപ്പോഴാണ് എണീറ്റ്. ഞാൻ 5:30 എണീറ്റിട്ടിരിക്കുന്ന. 5:30 എണീറ്റ് മുടിയും ചീക എങ്ങോട്ടാ പോണേ? എടാ എനിക്ക് ഒരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കാണ്ടായിരുന്നു. രാവിലെ 5:30 വീഡിയോയോ? എന്ത്? എടാ ഒരു പഴയകാല സിനിമയുടെ ഒരു ഓഡിഷൻ, ഒരു 90 കാലഘട്ടത്തില്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് സംഭവമൊക്കെ സെറ്റ് ചെയ്ത് ഒരു വീഡിയോ ഞാൻ എടുത്ത്. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല. നീ ഇവിടെങ്ങും അല്ലേ ജീവിക്കുന്നേ? അല്ലേ? നീ കഴിഞ്ഞ ദിവസം അറിഞ്ഞില്ലേ മലയാള സിനിമ ഫുള്ള് പ്രശ്നമാണ്? എന്ത് പ്രശ്നം? റിപ്പോർട്ടൊക്കെ പുറത്തു വന്നു. എന്ത് റിപ്പോർട്ട്? എന്തൊരു റിപ്പോർട്ടൊക്കെ വന്നു. അതിനകത്ത് മൊത്തത്തില് ഇങ്ങനെ വാതില് മുട്ടുന്നൊക്കെ പരിപാടിയാണ്. അല്ല, ഇപ്പൊ അതുകൊണ്ട് ആൾക്കാരൊന്നും സിനിമയ്ക്ക് പോകുന്നില്ലേ? ഷൂട്ടിങ് നടക്കുന്നില്ലേ? ഉണ്ട്, അതുണ്ട്. പക്ഷെ നീ നാളെ ഭാവിയിലെ സൂപ്പർ സ്റ്റാർ ആണല്ലോ. അപ്പൊ ഇതൊക്കെ നീ ഇപ്പോഴേ പ്രിപ്പയർ ആവാൻ വേണ്ടിട്ട്. ഏത് വാതില് മുട്ടുന്ന? അതല്ലടാ, പിന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്റെ വാതിലാരും മുട്ടി കഴിഞ്ഞാലോ? എന്റെ വാതില് മുട്ടിക്കഴിഞ്ഞാൽ ഞാൻ തുറക്കും. നീ എന്താ ഇങ്ങനെ? കാര്യം സിനിമയിൽ നമ്മൾ കയറണമെങ്കിൽ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ചെയ്ത് വരും. ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ. നിന്നെ പറ്റി ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല. ഞാൻ അതല്ല ഉദ്ദേശിച്ച്. അതായത് നമ്മളൊരു എയിമായിട്ട് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ നമ്മൾ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അല്ലാണ്ട് നമ്മുടെ നീ ഉദ്ദേശിക്കുന്ന പോലെ. മനസ്സിലായി. നീ കൂടുതൽ എഴുതുന്ന മെഴുകണ്ട. അല്ല ആന്റി, ഞാൻ ആലോചിക്കായിരുന്നേ, നമുക്ക് ഇത്രയും വലിയൊരു വീടുണ്ട്, ഇത്രയും വിശാലമായ മുറ്റമുണ്ട്, എന്നിട്ട് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നോക്കി എന്ത് കോലാണ് ആന്റി ഇത്. മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടല്ലോ, ചെയ്യാത്തോണ്ടല്ലോ ഇങ്ങനെ നടക്കുന്നു. അല്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഇത് കാണുമ്പോൾ ഒരു ബ്യൂട്ടി ഇല്ല, ഒരു എസ്തെറ്റിക്കലി നോക്കുമ്പോഴേ ഭയങ്കര വിയേർഡായിട്ടുള്ള ഒരു കാഴ്ചയാണ് കിട്ടുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതൊന്നും, തീരെ പോരാ. ഒരു ഭംഗിയില്ല, അതല്ലേ ഉള്ളൂ. അതുപോലെ ഇതിപ്പോ ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കണണ്ട, ഇതിനെയൊക്കെ വെട്ടി മാറ്റി നമ്മൾ ഒരു കുഴി അങ്ങ് എടുത്തിട്ട് ഒരു കുളം കുഴിക്കും ഇവിടെ. അതായത് ഒരു താമരക്കുളം. കുളം തോണ്ടുന്ന കാര്യമല്ലല്ലോ പറഞ്ഞു. കുളം തോണ്ടി കുഴിച്ച്. അല്ല, ഇവിടെ വീട് കുളം തോണ്ടുന്ന കാര്യം. ആന്റി ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തരുത്. ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മോളെ ആന്റിക്ക് എവിടെ നിന്ന് കിട്ടും? എനിക്ക് ബോധമില്ല, നിനക്ക് ഇത്രയും നല്ല ബോധം ഉണ്ടല്ലോ. അത് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സമാധാനം. എന്റെ ആന്റി, ഈ ഐഡിയ എന്റെ മനസ്സിലേക്ക് എങ്ങനെ വന്നെന്നറിയോ? എന്റെ ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ വീടൊക്കെ നന്നായിട്ടുണ്ട്, ഇത് എന്താടി ഇങ്ങനെ ഇട്ടിരിക്കുന്ന പറഞ്ഞാൽ എന്നെ നാണം കെടുത്തി. നന്നാക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ആന്റിക്ക് ഈ ഐഡിയാസ് ഒക്കെ പറഞ്ഞിരുന്നത്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഇവിടെ ഒരു ഗാർഡൻ, അതാണ് എന്റെ ലക്ഷ്യം. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. പക്ഷെ അതിന് എന്ത് ചെലവുണ്ടെന്നറിയാ? പോട്ടിങ് മിക്സ് മേടിക്കണം, ഇത്രയും ചെടിച്ചട്ടികൾ മേടിക്കണം, ചെടി വാങ്ങിക്കണം, പിന്നെ ഇത് നടാനായിട്ട് പണിക്കാരനെ വിളിക്കണം. രൂപ എത്ര ചെലവാകും? ആന്റി, ഈ സാധനങ്ങൾ മേടിക്കുന്നതിനെ കുറിച്ചൊക്കെ ആന്റി മറന്നേക്കും, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ പണിക്കാരൻ, അതെനിക്ക് ഐഡിയ ഉണ്ട്. ആരാ? നമ്മുടെ ജീവൻ. ജീവനോ? പിന്നെ ആന്റി പറഞ്ഞ ജീവൻ ജീവന്റെ ജീവൻ തരും. അവൻ ചെയ്യുവോ അതൊക്കെ? പിന്നെ ചെയ്യാണ്ടേ? അല്ല മോളെ, വർക്ക് കിച്ചനെ ഒന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കണ്ട. വർക്ക് കിച്ചൻ, അതെ, അത് ആന്റി തന്നെ അങ്ങ് ഡീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. സമ്മതിക്കുവോ അങ്ങനെ? ഇനി അഥവാ അയാൾ സമ്മതിച്ചില്ല, അയാളെങ്കിൽ ഡിവോഴ്സ് ചെയ്തേക്ക്. എന്താ വർത്താനീ പറയുന്നത്? എന്നാ പിന്നെ വേണ്ട, ബ്രേക്കപ്പ് ചെയ്തേക്ക്. ബ്രേക്കപ്പ്? എന്റെ ആന്റി, ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? എടാ ചൊക്ക, എടാ നീ ചൊക്ക തങ്കലടാ, നീ എന്റെ കാശിങ്ങി താടാ. അണ്ണേ, എനിക്ക് കാശ് എങ്കിൽ ആവശ്യം ഇருக்கு, അതിലാണ് തന്നെ കാശ് കൊണ്ട് കുടുക്കിട്ട് പോകുന്നത്. എടാ വിവരദോഷി, എന്റെ അടിച്ചോണ്ട് പോയ പൈസ അല്ലടാ നീ. യാറെ പാത്ത് എന്നെ കേൾവി കേൾക്കറ. എടാ എനിക്ക് അത് കിട്ടിട്ട് ആ കാശ് വെച്ചിട്ട് ഞാൻ ഒത്തിരി പ്ലാനുകൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാ. നീ എന്നെ ചീറ്റ് പണ്ണ കാശ് താനേ അത് എനിക്ക് വേണോ? இதுக்கு மேலே ஏதாவது என்கிட்ட சொன்னா உடம்பு இருக்கும், ஆனா ஊரு இருக்காது. എടാ എന്റെ അടുത്ത് പറ്റിച്ചതിനെ നിന്റെ തലയിൽ ഇരുത്തി വീട് നോക്കിക്കോ. എടാ ചൊക്ക, നീ ആ കാശിഞ്ഞി താ. ചൊക്ക പോയാ. ഇവനെയൊക്കെ വീട്ടിൽ കയറ്റി എന്നെ ചെരുപ്പോണ്ടടിക്കണം, അത് തന്നെ വേണം. എന്തൊക്കെ കനവ് കണ്ടതാണ് ഞാൻ. ആരും അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ എന്തേത് നിനക്കെന്തി എന്തിന്റെ കേടാ?
ഞാനൊന്ന് തൊട്ടതേ ഉള്ളു, നിങ്ങൾ ഇങ്ങനെ അങ്ങ് മലത്തര ഈ ചെയ്യും. കഴിക്കണതൊക്കെ എവിടേക്കാ പോണത്? എവിടെ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഞാൻ പള്ളിപ്പറമ്പിൽ കിടക്കും. നിന്റെ തൊടല് ഈ തീറ്റ മാത്രമേ ഉള്ളൂ, ഉള്ളു പൊള്ളയാ. വർക്കിച്ചനെ എവിടെയൊക്കെ നോക്കി? എന്നാത്തിനാ? അതെ, നമുക്ക് വീട്ടുമുറ്റത്തെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്താലോ? മുറ്റത്തെ ഗാർഡൻ എന്തിനാണ്? 2 പൂക്കളൊക്കെ കണ്ട ഒരു സന്തോഷമല്ലേ വർക്കിച്ച? എൻ്റെ മോൻ കണ്ട നിനക്ക് സന്തോഷം വരുന്നില്ലേ? ഓ, ഉള്ള സന്തോഷം കൂടെ പോകും നിങ്ങളുടെ മോന്തം കണ്ടോണ്ടിരുന്ന. അത്രയ്ക്ക് വൃത്തികേടാണ്. സംശയമുണ്ടോ? എന്റെ വർക്കിച്ച, ഈ മുറ്റം ഇങ്ങനെ ഏത് നേരവും പുല്ലും കാടും പിടിച്ചിട്ട് എപ്പോഴും ആളെ നിർത്തി ഈ വൃത്തിയാക്കിക്കല. ആ നേരത്ത് 10 ചെടി വെച്ചിട്ടുണ്ട്, പിന്നെ അതിന്റെ ചോട്ടിലുള്ള പുല്ല് പറിച്ചാൽ മതിയല്ലോ. നിനക്ക് ചെടി വെക്കാൻ വേണ്ടിയിട്ടല്ല ഞാനതങ്ങനെ ഇട്ടിരിക്കുന്നത്. എനിക്ക് ഒരു വ്യക്തമായ പ്ലാനുണ്ട്. എന്തോ പ്ലാന്? ഞാനൊരു കാർ വാങ്ങുന്നുണ്ട്. അപ്പം എൻ്റെ മുറ്റത്ത് ആ ചെടി ഉണ്ടെങ്കിലേ കാർ കൊണ്ട് നിർത്താൻ പറ്റത്തില്ല. എന്റെ വർക്കിച്ച, അത് വാങ്ങിക്കുമ്പോഴല്ലേ അന്നേരം ആ ചെടി പറിച്ചാ പോരെ? അല്ല, കാർ പോർച്ചിലല്ലേ കാർ നിർത്താ? ആ, അല്ലെ പോർച്ചുണ്ടല്ലോ, അതിനകത്ത് നിർത്തിയാ പോരെ? അതെന്താ വർക്കിയുടെ വസതിയിൽ ഇപ്പുറത്ത് കാർ നിർത്തി എന്താ കയ്ക്കൂ? എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കിടക്കണം കാർ. എനിക്ക് അതാണ് ഇഷ്ടം. എന്റെ വർക്കിച്ച ഒന്ന് സമ്മതിക്ക്, നല്ല പൂന്തോട്ടം ഒക്കെ ആയിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗിയുണ്ടാവും. എന്നാത്തിനാ? എന്നാത്തിനാന്ന്? എന്ത് കോപ് കിട്ടും അതിന്? വല്ലതും കിട്ടിയിട്ടാണോ ചെടി നട്ട് ഒരു പൂ കാണുന്നത്? ആ, ഞാൻ കൃഷി ഓഫീസിൽ പോയിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ പുതിയ തരം ശിഖരം വരുന്ന തെങ്ങുണ്ടെന്ന്. 2 മാസത്തിൻ്റെ ഉള്ളിൽ കായ്ക്കും. ഇത്ര വരുമ്പോൾ തന്നെ കായ്ക്കും. നീ കൈകൊണ്ട് ഇങ്ങനെ പറിച്ചെടുക്കാൻ തേങ്ങ. ആ, പിന്നെ ശിഖരം വരുന്ന തെങ്ങ് വർക്കിച്ചിന് തലയ്ക്ക് ഓളമാണോ? ആന്റി, സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അതെ, പുട്ടും കടലക്കറി ഉണ്ട്, വേണേ പോയി തള്ളിക്കോ. ഉണ്ടാകത്തില്ല. പണ്ട് എൻ്റെ അപ്പനുണ്ടായിരുന്നപ്പം എൻ്റെ അപ്പനെ കൊണ്ടായിരുന്നു ശല്യം. ഇപ്പം നിന്നെ കൊണ്ടാണ് ശല്യം. എനിക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ ശരീരത്തിനല്ല ഞാൻ പോകുന്നതാണ്. നീയൊക്കെ ഇവിടെ ഇരുന്ന് ചിന്തിക്കും. ഒരു ഗാർഡൻ മനുഷ്യൻ വരെ പണി ഉണ്ടാക്കാനായി. ധ്യാനെ പോലും ഒരു മനുഷ്യനെയാണല്ലോ എന്റെ കർത്താവ് എന്റെ തലയെ വെച്ച് കെട്ടി തന്നത്. ആ, വളയൊരു പൂന്തോട്ടം കൊല്ലത്തിലൊരിക്കൽ ഓണം വരും. അതിനാണ് ഈ പൂന്തോട്ടം ഇടുന്നത്. മേനകേട് ഉറപ്പിയുടെ പറമ്പ് മുഴുവൻ നശിപ്പിക്കാനാണ് ഈ ക്ലാരയുടെ തീരുമാനം. അല്ല പിന്നെ ഒരു പൂത്തിനെ വാങ്ങിയാലോ? അതാവുമ്പോ ഒരു കുട്ടീനെ വാങ്ങി 1 കൊല്ലം ആകുമ്പോഴേക്കും അത് വലുതാവും. പിന്നെ അതിനുകൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ അതിനൊരു കുട്ടി ഉണ്ടാകുമ്പോൾ 2 പോത്തായി. അപ്പോൾ വർഷത്തിൽ എത്ര കുട്ടിയോ ഉണ്ടാവും എന്ന് നോക്കണം. അതാകുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് ആനുകൂല്യം കിട്ടും, ഡിസ്കൗണ്ടും ഉണ്ടാവും വാങ്ങുമ്പോൾ. ഒരു കാര്യം ചെയ്യും, കിരൺമോൻ്റെ അടുത്ത് ചോദിച്ചാൽ അവനാകുമ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് ആനുകാലികമായിട്ട് പറയാൻ പറ്റും. കിരൺമോനെ, കിരണേ,